റോക്കിയുടെ ഇന്നത്തെ ഒരു സ്റ്റാൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ നോറ ഡാൻസ് കളിക്കുന്ന സമയത്ത് തറയിൽ കിടന്നിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പലരും നോറയെ നിർബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടും അവരതിന് വില്ലിങ് ആയില്ല. അവർ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല. സോ അതിനുശേഷം റോക്കി പോയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നോറ ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ കമ്മ്യൂണിറ്റിക്കും അത് ഇഷ്ടപ്പെടില്ല, ഫാമിലിക്കും കമ്മ്യൂണിറ്റിക്കും ഒന്നും അത് ഇഷ്ടപ്പെടില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ റോക്കി അവരെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത് എല്ലാം പറഞ്ഞതിന് ശേഷം കേട്ടോ, അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. വളരെ വളരെ നല്ലൊരു പ്ലെയർ ആണ് പുള്ളി എന്ന് എനിക്ക് തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. പുള്ളി പറഞ്ഞു, നീ ആ കമ്മ്യൂണിറ്റി എന്നൊന്നും അങ്ങനെ പറയണ്ട, അത് നിനക്കറിയാലോ, അല്ലാതെ നിൻ്റെ ഒപ്പീനിയനായിട്ട് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി, അതല്ലേ നല്ലത് എന്ന് പുള്ളി അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗെയിമറായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമ്മുടെ റോക്കിക്ക് യൂട്ടിലൈസ് ചെയ്യാം, നോറയുടെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അതിനെ ആ തരത്തിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ബിഗ് ബോസിനകത്ത് അങ്ങനെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഇതൊന്നും പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എല്ലാത്തരം ആൾക്കാരും ഇവിടെ നമ്മൾ ഒരാളുടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഒരാളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം സംവാദങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് ഒരു സിസ്റ്ററോട് എന്ന പോലെ പോയിട്ട് നമ്മുടെ റോക്കി അത് അഡ്വൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്, നീ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. യെസ് പറയാൻ പഠിക്കുന്നതിനേക്കാളും നല്ലത് നോ പറയാൻ ആദ്യം പഠിക്കണമെന്നാണ്. അതായത് നമുക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാൽ നോ എന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാത്റൂം ഏരിയയുടെ അവിടെ നിൽക്കുമ്പോൾ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇത് സിമ്പിൾ കാര്യമാണ്. ചിലർക്ക് തോന്നാവോ ഞങ്ങൾക്കൊക്കെ ചെയ്യാമെങ്കിൽ എന്താ നിനക്ക് ചെയ്താൽ, ഇപ്പോൾ ഫിലിമിൽ പോയാൽ നീ ചെയ്യില്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലേ. എവിടെ പോയാലും നമുക്ക് കോൺഫിഡൻസ് വേണം. ചിലപ്പോൾ നമ്മൾ ഇതിനേക്കാളും ഭയങ്കരമായിട്ട് എക്സ്പോസിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ചിലപ്പോൾ ചെയ്യാം ഫ്യൂച്ചറിൽ. ആ സമയത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആണോ, അത്രേ ഉള്ളൂ. ആ മൊമെൻറ്റിൽ അവിടെ ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി കോൺഫിഡൻ്റ് അല്ല. ആ മൊമെൻറ്റിൽ ചിലപ്പോൾ നാളെ അവർ ചെയ്തേക്കാം, ചിലപ്പോൾ ഇന്നലെ ചെയ്തിട്ടുണ്ടാകാം. ആ മൊമെൻറ്റിൽ അവർ കോൺഫിഡൻ്റ് അല്ല. മേ ബി അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ അവരുടെ ഹെയറിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ അവർ ആ ക്യാമറാസ് എങ്ങനെ അത് ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് പുറത്ത് പോകുന്നുള്ള പേടി ഉണ്ടാവാം. കാരണം അവർക്ക് അവിടെ കാണാൻ പറ്റില്ല എന്താണ് ആ ഷൂട്ട് ചെയ്തതെന്ന്. അവർക്ക് നോക്കിയിട്ട് നല്ലതാണോ അല്ലയോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്നുകൂടെ ഷൂട്ട് ചെയ്ത് അങ്ങനെ അല്ലല്ലോ. ബിഗ് ബോസ് എന്താണ് ഇതെടുത്ത് വെളിവിടുന്നതെന്ന് അവിടെ നിൽക്കുന്നവർക്ക് അറിയില്ല. സോ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി അവർ പറയുന്ന സമയത്ത് മെൻ്റലി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റോക്കി കാണിച്ച ആ ഒരു മനസ്സ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ അവരെല്ലാവർക്കും കൂടെ അവിടെ ഒറ്റപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷേ റോക്കി അവിടെ പോയി അവരോട് സംസാരിക്കുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്തത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ഒരു നല്ല പ്ലെയറാണ് റോക്കി എന്ന് തോന്നിയ ഒരു മൊമെൻ്റാണ്. എന്നും ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കാണുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നാളെ മോശമായിട്ട് പെരുമാറിയാൽ മോശമെന്ന് തന്നെ പറയും. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ നല്ലത് പറഞ്ഞു എന്ന് ആരും ചോദിക്കരുത്. ഇപ്പോൾ റോക്കിയുടെ ആ പ്രവൃത്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം.